ഇനി മുസ്ലിമീങ്ങളെ നിങ്ങളൊന്ന് ചിന്തിക്കൂ. കേരളത്തിലുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് കൂടിയായ ഒരു വലിയ പ്രസംഗകൻ. അദ്ദേഹത്തിന്റെ പേരാണ് അബ്ദുസ്സമദ് സമദാനി. അദ്ദേഹം റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയും, ചിലപ്പോ ധാരാളം സ്വലാത്ത് എല്ലാം പറയും. ചിലപ്പോ അത് നല്ല കാര്യമാണ്, നല്ല കാര്യം ആര് ചെയ്താലും നല്ലതാണ്. പക്ഷെ അദ്ദേഹം ആ സമയത്ത് ഇഖ്ബാലിന്റെ ചില പറ്റങ്ങൾ ഉദ്ധരിക്കും. അതുകൊണ്ട് അബ്ദുസ്സമദ് സമദാനിയെ ഈ മൗലവിമാർക്ക് കണ്ടൂടാ. മൗലവി അതാ സമദാനിയെ കൊണ്ട് പറയുന്നതെന്ന് കേട്ടോളൂ. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്ന കുഴപ്പം പലപ്പോഴും നമ്മുടെ കേരളത്തിൽ പ്രസംഗിക്കുന്ന പലരും, വാർഷിക പ്രഭാഷണം നടത്തുന്ന പലരും ഇഖ്ബാലിന്റെ കവിതയിലൂടെ റസൂലിനെ പരിചയപ്പെടുത്താൻ അബദ്ധമാണ്. ലോകത്ത് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ മുസ്ലിം ലോകം അനുഭവിക്കുന്നവരൊന്നും ജോർജ് ഡബ്ല്യു ബുഷിന്റെ കടന്നുവരവല്ല, ഈ മാതിരി തകർച്ചയാണ്. മനസ്സിലായില്ലേ? ജോർജ് ബുഷിനേക്കാളും പ്രയാസം അബ്ദുസ്സമദ് സമദാനി. അദ്ദേഹം ഇഖ്ബാലിന്റെ പദ്യം ഉദ്ധരിച്ച് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നതാണ് പോയി ജോർജ് ബുഷിനേക്കാളും സമുദായത്തിന് പ്രയാസം. ഞാൻ ചോദിക്കട്ടെ, ഇതൊരു മുസ്ലിം ഉമ്മത്തിന് അംഗീകരിക്കാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് ഇമാം ബൂസരി പാടിയിട്ടില്ലേ? മഹാനായ ഇബ്നു ഹജർ നിങ്ങൾ പാടിയിട്ടില്ലേ? ലോകത്ത് മഹാനായ ഉമർ ഖാദി പാടിയിട്ടില്ലേ? ഇഖ്ബാലും അക്കൂട്ടത്തിൽ പാടിയിട്ടില്ലേ? ആ ഇഖ്ബാലിന്റെ പദ്യം ഉദ്ധരിച്ച് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞാൽ അത് ഹറാമാണോ മൗലവി? ശിർക്കാണോ മൗലവി? കറാഹത്താണോ മൗലവി? ജോർജ് ബുഷിനേക്കാളും ഇസ്ലാമിന് അബദ്ധമുള്ള വ്യക്തിയായി അബ്ദുസ്സമദ് സമദാനിയെ പരിചയപ്പെടുത്തിയത് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞതിന്റെ പേരിലല്ലേ? നിങ്ങളെ സമുദായം തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ പറയട്ടെ, ഈ മൗലവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട തങ്ങന്മാരിൽ ഏറ്റവും വലിയൊരു ആലിം